ഇന്ത്യയിൽ ഇന്ന് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പ്രധാന ശക്തി സാമ്പത്തിക വളർച്ചയും സമൃദ്ധിയുമാണെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര വാഷിംഗ്ടണിലെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ന്യൂ ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ലോകമെമ്പാടും വ്യാപിക്കുന്ന വിപണി നിയന്ത്രണങ്ങളുടെ പ്രവണത ആശങ്കാജനകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ മാറ്റങ്ങളുടെ കാതൽ സാമ്പത്തിക കുതിച്ചുചാട്ടമാണെന്ന് വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു. 7%-ലധികം GDP വളർച്ചയുമായി ഇന്ത്യ മുന്നേറുകയാണ്. എന്നാൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ, സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ ആഗോളതലത്തിൽ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യാതൊരു ആഗോള മാനദണ്ഡങ്ങളുമില്ലാതെ ഇത്തരം നിയന്ത്രണങ്ങൾ ഒരു പ്രവണതയായി മാറുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കൊപ്പം രാജ്യം മറ്റ് 2 വലിയ പരിവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് വിശദീകരിച്ച അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളിൽ പൂർണ്ണമായ മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് കൂട്ടിച്ചേർത്തു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വളർച്ചയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഊർജം, ഭക്ഷണം, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. ഡിജിറ്റൽ മേഖല വികസനത്തിന്റെ ഗുണങ്ങൾ കൈമാറാൻ സഹായിക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയായും പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ സുതാര്യമായ ഭരണ സംവിധാനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന രീതിയും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണെന്നും ക്വാത്ര കൂട്ടിച്ചേർത്തു.